നമ്മൾ കണ്ടുവരികയും ഒരുപാട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന അഭിനേത്രിയാണ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന. അത് ഇതുവരെ എന്റെ സിനിമയിൽ എന്നെ ചെയ്യിപ്പിച്ചവർക്കറിയാം. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെയാണ് എന്നാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. എന്നാലും സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നേഹമുള്ള കുറച്ച് കഥാപാത്രങ്ങളില്ലേ? കിട്ടിയുള്ള മലഹ, ജോൻ ജോ, ഓപ്പറേഷൻ ജാവ, ഞാൻ പ്രകാശൻ ഒക്കെ അതൊക്കെ ഞാൻ തന്നെയാണ്. ശ്രീനി സാറുമായിട്ടുള്ള അദ്ദേഹം വഴിയാണ് സിനിമയിലേക്കുള്ള അവസരം നേടിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ഒരു ഇത് തന്നെയാണ്. ശ്രീനേട്ടനാണ്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള പരിചയം? എൻ്റെ അങ്ങളുടെ ഫ്രണ്ടാണ് ശ്രീനേട്ടൻ. എനിക്ക് ശ്രീനേട്ടനെക്കാളും എനിക്ക് ശ്രീനേട്ടൻ്റെ വൈഫ് വിമലാൻ്റിയോടായിരുന്നു അടുപ്പം കൂടുതലായിട്ട് തന്നെ. അങ്ങനെയുള്ള പരിചയം. പക്ഷേ ധ്യാനുമായിട്ട് അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ഇന്റർവ്യൂ എവിടെ ചെന്നാലും അയ്യോ ചേച്ചിയെ ധ്യാനോടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ധ്യാൻ എന്ത് പാവാട്ടെ ഇരിക്കുന്നത്, കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ധ്യാനിന് പറ്റിയ തങ്കമ്മച്ചി. എനിക്കും ധ്യാനോട്ടനും കൂടെ മുഴുനീളം അമ്മ കഥാപാത്രം ചെയ്യണം. ധ്യാനോട്ടാ കേൾക്കുന്നില്ലേ? അവൻ അടുത്ത ഇന്റർവ്യൂ കൊച്ചെന്നെ കളിയാകും, ട്രോൾ. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതിനുള്ള റിയാക്ഷൻ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അടുത്ത സിനിമ എങ്ങനെയാണ് അടുത്തടുത്ത സിനിമകൾ നമുക്ക് ചിലർ പറയുമ്പോൾ മമ്മൂക്കൊക്കെ പറയുന്നുണ്ട് സിനിമ എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും ചാൻസ് ചോദിക്കും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു കഥാപാത്രം കഴിഞ്ഞ് അടുത്ത കഥാപാത്രത്തിലേക്ക് ഇതുവരെ എനിക്ക് തേടി വന്നിട്ടുള്ളതാണ്. സോറി, അങ്ങനെ ചോദിക്കാൻ എനിക്കൊരു ധൈര്യമില്ല. കാരണം എൻ്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പിന്നെ സൗഹൃദമുള്ളവരെ ഞാനില്ലേ, ചിലപ്പോൾ ഇപ്പൊ അധികം സൗഹൃദമുള്ളവരോട് പറയുന്നുണ്ടാ അടുത്ത പടത്തിൽ ഞാനില്ല നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി കട്ട പറയുന്ന അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡയലോഗ്. അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമ എഴുതുന്ന റൈറ്റർക്ക്, ഡയറക്ടർക്ക് അവരുടെ കഥാപാത്രത്തെ പറ്റി ഒരു സ്വപ്നമുണ്ട്. അവരെ എഴുതുമ്പം തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരത് സെലക്ട് ചെയ്യുമ്പം അല്ല എനിക്ക് വേണം അല്ല എനിക്ക് തരാവോ, അത് എനിക്കുള്ളത് എനിക്ക് വന്നു തരും. ഞാൻ സിനിമയിൽ പോലും വരുമെന്ന് ഓർത്തതല്ല, ഞാൻ സിനിമയിൽ വന്നെങ്കിൽ എനിക്കുള്ളത് എനിക്ക് വരും. പിന്നെ കുറേയൊക്കെ ഇപ്പം ഏതായാലും കുറേ ഇങ്ങനെ അമ്മ ഇതൊക്കെ ചെയ്തു, ഏതായാലും സിനിമയിൽ വന്നു. കുറച്ച് നല്ല ശക്തമായ കഥാപാത്രങ്ങളോട് ചെയ്യണമെന്നൊരു ഇപ്പോൾ ഒരു മോഹമുണ്ട്. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പേഴ്സണലി പറഞ്ഞു നമ്മുടെ മനസ്സിൽ പതിഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അഭിനേത്രിമാരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നില്ല. ഞാൻ പേരെടുത്ത് പറയണില്ല, പക്ഷെ ആ ഒരു കമ്പാരിസൺ കേൾക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നേ? അത് പറഞ്ഞതിൽ ഒരു കഥാപാത്രത്തെ ചെറുപ്പം തൊട്ട് ആ പേര് വെച്ച് തന്നെ കളിയാക്കാറുണ്ട്. പിന്നെ അതെനിക്ക് സന്തോഷമുള്ളൂ. കാരണം അവരുടെ ഒന്നും ഒരു അടുത്ത് പോലും ഇതുവരെ എൻ്റെ അഭിനയം എത്തിയിട്ടില്ല. പക്ഷെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന സിനിമകൾ അതിലൊരു വ്യത്യാസം വന്നു? സിനിമ കാണുന്ന രീതിയിൽ എത്രയും നാള് നമ്മൾ വെറും ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും ചോദിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു. ഇല്ല, എൻ്റെ കാഴ്ചപ്പാട് എന്താണോ അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. പണ്ടും സിനിമ കാണും, എനിക്ക് സിനിമ ഇഷ്ടമാണ്, ജഡ്ജ് ചെയ്യും. പക്ഷെ ഒറ്റ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. പണ്ട് സിനിമയെ ഞാൻ കീറി മുറിച്ച അതെന്നെ കാണിച്ചു ഇങ്ങനെ കാണിച്ചൊന്ന് അതല്ല. പക്ഷെ ഇന്ന് സിനിമയിലെ കഷ്ടപ്പാട് കാണുമ്പം അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് പാത്രം കഴുകിയ വെലുമടക്ക് കഴിക്കാനും കൊണ്ട് തരുന്നൊരു, ഞാൻ ആദ്യം പോയി മിണ്ടുന്നത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പാത്രം കഴുകുന്ന കുട്ടികളോട്. എത്ര പേര്, ഒരാൾ ഒരു നായകൻ തന്നെയോ ഒരു നായിക തന്നെയോ ഒരു ക്യാമറമാൻ തന്നെ ഒരു സിനിമ ഉണ്ടാകുന്നില്ല, ഒരു ഡയറക്ടർ മാത്രമായിട്ട്. ഈ 4 പേരിലല്ല സിനിമ. അതിനകത്ത് ലൈറ്റ് ബോയ് ഉൾപ്പെടെ പാത്രം നമുക്ക് പട്ടിണിയില്ലാതെ നമുക്ക് ദാഹമില്ലാതെ നമ്മളെ കഴിപ്പിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഈക്വലാണ് അല്ലേ? ഇപ്പം മോൾക്ക് ഒരുപാട് നല്ല ഹെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആവുമോ? നല്ല കണ്ണുണ്ടാവണം, നല്ല ചുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ അവനവൻ്റെ ബ്യൂട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? എൻ്റെ ഹെയർ നല്ലോന്നും പറഞ്ഞാൽ ഹെയർ മാത്രമാണോ നോക്കുന്നത്? അല്ല എൻ്റെ ചുണ്ടാന്നുള്ളപ്പോൾ ചുണ്ട ലിഫ്റ്റ് കണ്ണ് വളർത്തുമ്പോൾ കണ്ണിനെ ഉപേക്ഷിക്കുമോ? അതുപോലെയാണ് ഒരു സിനിമയിലെ എല്ലാവരും സിനിമയുടെ കഥ പറയാൻ തുടങ്ങുമ്പം തൊട്ടുള്ളത് അവസാനം വരെ എല്ലാവരും ഒറ്റ മനസ്സിലായി ഇറങ്ങുമ്പം ദൈവമേ, എനിക്കങ്ങനെ പല ഇതും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പം ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സിനിമ എന്താവുമെന്ന്. ആ വൈബിലുണ്ട് ഒരുപാട്. ചിലയിടത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ സിനിമ ഒരെന്താ സംഭവമാണെന്ന് വെക്കുന്നതൊന്നും അല്ലാണ്ടായി പോകാറുണ്ട്.
എന്നാൽ എല്ലാം ഒരു കാരണം ഒരു സിനിമ ലൊക്കേഷൻ ഒരു 100 പേരുണ്ട്, അവർ 100 പേരുടെയും സന്തോഷം എപ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തിനാ? ഇപ്പം യോഗയ്ക്കൊക്കെ ചിരിയും അതും ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? പോസിറ്റീവ് വരാൻ വേണ്ടിയാണ്. അപ്പൊ ആ കൂട്ടായ്മയുടെ സന്തോഷമാണ്. ഇപ്പം ധ്യാനത്തിന് പോയാൽ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നു, ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെ, സന്തോഷം എന്ന വാക്ക് അതെവിടെയും ഒരു കമ്മ്യൂണിറ്റി ഒരു നല്ല ഇതാണെങ്കിൽ അതിന് സക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് ഒരു ഗ്യാങ് ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഓരോ സെക്ഷനാണ് ഫുഡിന് പോലും. അതൊക്കെ എനിക്ക് കാരണം എല്ലാവരും അവനവന്റെ വീട്ടിലെ രാജാക്കന്മാരാ അല്ലേ? കഞ്ഞിയും പയറും വെക്കുന്നവനാണെ പോലും അവനെ സംബന്ധിച്ച് അവൻ കഞ്ഞി വെക്കുന്നത് അവന്റെ കഷ്ടപ്പാടിന്റെ, അവന്റെ വീട്ടിലെ രാജാവാണ്. ചിലപ്പം ഇങ്ങേപ്പുറത്തവൻ ഒരു കറി കൂടുതലുണ്ടാവും, അതിന്റെ മേളില് എന്തും ആയിക്കോട്ടെ. പക്ഷെ ഓരോ വ്യക്തിക്കും അവൻ്റെതായ ആ ഒരു അംഗീകാരം, അത് ചിലവരതല്ല കാറ്റഗറി തിരിച്ചു കൊടുക്കും. അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സിനിമാ മേഖല സിനിമ എന്ന് മാത്രം പറയുന്നില്ല, പക്ഷെ ഇത്തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രിവിലേജുകൾ കുറവാണ്, സ്ത്രീ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കുറെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ കൺസിഡറേഷൻ കുറച്ച് തരിക, ഇല്ലാണ്ട് ഇഗ്നോർ ചെയ്യണമെന്ന് പറയണില്ല, അല്ല മൈൻഡ് ചെയ്യാൻ പോണ്ട. നമ്മുടെ രാജാവാന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നവരൊക്കെ നമ്മുടെ പ്രജയാണ്. നമ്മളെ ഭരിക്കാൻ ആരും അനുവാദം കൊടുക്കാതിരുന്നാൽ മതി. നമ്മളാണ് നമുക്ക് വിലയിടേണ്ടത്. നമ്മളവിടെ താന്നു പോകുമ്പോഴാണ് ശരിയായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈയിടെ എൻ്റെ ഓടിക്കാറയിൽ ഞാൻ ദാരിദ്ര്യം പിടിച്ച സ്ത്രീക്ക് ഓടിക്കാറോന്ന് ചോദിച്ചു. അവര് നോക്കുമ്പം ജീൻസും ടോപ്പും ഇട്ട് ഓടിക്കാർ ഓടിക്കുന്ന ഓരോ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. ഹൈ ഹീലിട്ട് മുടി കെട്ടി അല്ലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓടിച്ചാലേ പണക്കാരിയാവൂ. ഞാൻ പണക്കാരിയല്ല, ഞാൻ സാധാരണക്കാരിയാണ്. ഞാൻ പറയുവാണ്, ഞാൻ പണക്കാരിയാന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കൊടുക്കരുത്. ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പല്ല. ഇപ്പം 1000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും, 5000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും, 10000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും. ഇതിപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇട്ട സ്ഥിതിക്ക് ഇനി അടുത്ത ഇന്റർവ്യൂവിന് എനിക്ക് ഇടാൻ പറ്റൂല. വെറുതെ വേസ്റ്റ് ആക്കുന്ന വെറുതെ ഡ്രസ്സിന് ഞാൻ അധികം പൈസ കളയാറില്ല, കുറഞ്ഞ ഡ്രസ്സുകൾ. പക്ഷെ ശരിയാണ്, പബ്ലിക്കിൽ ഇറങ്ങാൻ നല്ല ആവശ്യങ്ങൾക്ക് വാങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹം ആ ആൾക്കാരെ ശരിക്കും വസ്ത്രം കൊണ്ടും അവരുടെ നടത്തം കൊണ്ടും ഒക്കെയാണ് കൂടുതൽ ആൾക്കാരെ വിലയിരുത്തുന്നത്. കുറച്ച് ജാടയിട്ട് വലിയൊരു ഇതൊക്കെ കൊണ്ട് നടന്ന് വലിയ ഹൈ ഹീൽ ചെരുപ്പ് കിട്ടും, അതിന് അവർ ഓർക്കുന്ന റിച്ചാന്ന്.